അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 227 അബു നസർ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ലാ തഅമൽ ലിതുദ്കറ ഉക്തുമിൽ ഹസനത കമാ തക്തുമു സയ്യിഅത. ലാ തഅമൽ ലിതുദ്കർ, അറിയപ്പെടാൻ വേണ്ടി നീ അമൽ ചെയ്യരുത്, പ്രവർത്തിക്കരുത്. കീർത്തിക്ക് വേണ്ടി ആളുകൾ നീ അമൽ ചെയ്യുന്നവനാണ്, നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് നിന്നെ സംബന്ധിച്ച് പറയാൻ വേണ്ടി നീ അമൽ ചെയ്യരുത്. ഉക്തുമിൽ ഹസനത കമാ തക്തുമു സയ്യിഅ, നീ തിന്മ മറച്ചു വെക്കുന്നത് പോലെ നന്മയും മറച്ചു വെക്കണം. നീ ചെയ്ത തിന്മകൾ മറ്റുള്ളവർ അറിയുന്നതിനൊക്കെ പ്രയാസമുണ്ടാകുന്നത് പോലെ നീ ചെയ്യുന്ന നന്മകളും നീ മറ്റുള്ളവർ അറിയാതെ മറച്ചു വെക്കാൻ ശ്രമിക്കണം എന്നാണ് ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇഖ്ലാസിന്, നമ്മുടെ നിയ്യത്തിനെ ശരിപ്പെടുത്താൻ ഏറ്റവും സഹായകമാകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഒരാൾക്ക് രഹസ്യ ജീവിതത്തിൽ മറ്റാരും അറിയാതെ, തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും, തൻ്റെ ഭാര്യ പോലും, തൻ്റെ മക്കളും തൻ്റെ സുഹൃത്തുക്കൾ പോലും അറിയാതെ ചെയ്യുന്ന, ഏറ്റവും രഹസ്യ സ്വഭാവത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതവൻ്റെ ഇഖ്ലാസിനെ അറിയിക്കുന്ന കാര്യമാണ്. ഇഖ്ലാസുള്ള ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. രഹസ്യ ജീവിതത്തിൽ ആരാരും അറിയാതെ ഒരാൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഖ്ലാസ് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. മുഖ്ലിസുകളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മൻ ഇസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബീഉൻ മിൻ അമലിൻ സാലിഹിൻ ഫലിയഫഅൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരത് ചെയ്യട്ടെ. എല്ലാ സൽക്കർമ്മങ്ങളും രഹസ്യമായി ചെയ്യാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ രഹസ്യമായി ചെയ്യാൻ, മറ്റാരും അറിയാതെ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് തിന്മ മറച്ചു വെക്കുന്നത് പോലെ നീ നന്മയും മറച്ചു വെക്കണമെന്നാണ്. ഒരല്പം മാന്യതയുള്ള ആളുകളൊക്കെ താൻ ചെയ്ത, തൻ്റെ രഹസ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ മറ്റുള്ളവർ അറിയുന്നതിന് അങ്ങേയറ്റം അവർക്ക് പ്രയാസമായിരിക്കും. അറിയുന്നത് അവർക്ക് അങ്ങേയറ്റം പ്രയാസമായിരിക്കും. എന്നതുപോലെ താൻ ചെയ്ത നന്മകളും മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി അവൻ പരമാവധി ശ്രമിക്കണം. രഹസ്യമായി അമലുകൾ ചെയ്യുക, അതുപോലെ തന്നെ രഹസ്യമായി ചെയ്ത അമലുകൾ പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇഖ്ലാസിനെ തഹ്ഖീഖ് ചെയ്യാൻ, യാഥാർത്ഥ്യവൽക്കരിക്കാൻ നമുക്ക് സഹായകമാകുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നന്നായി അമൽ ചെയ്യുന്നവനാണ് എന്ന് പറയാൻ വേണ്ടി ആകരുത് നമ്മുടെ പ്രവർത്തനം. അത് നമ്മളെ അമലിനെ നഷ്ടപ്പെടുത്തുന്ന, അതിനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. രഹസ്യ ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രഹസ്യ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കാപ്പട്യത്തിൽ നിന്ന്, നിഫാഖിൽ നിന്നുള്ള ഒരു രക്ഷ കൂടിയാണ്. മുനാഫിക്കുകൾക്കത് സാധിക്കുകയില്ല. ആരും കാണാത്ത സന്ദർഭത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മുനാഫിക്കുകൾക്കേറെ പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനും നാളെ പരലോകത്ത് നമ്മൾക്ക് വമ്പിച്ച നേട്ടം കൈവരിക്കാനൊക്കെ സഹായകമാകുന്ന ഈ കാര്യം, രഹസ്യമായി അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.